വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റിയൽമി പുറത്തിറക്കിയ റിയൽമി വാച്ച് 2 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ, അതിനോടൊപ്പം തന്നെ അൺബോക്സിംഗ് ആണ്. സോ ഒരു വാച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ എന്തായാലും കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1.1K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് അതിനൊപ്പം തന്നെ വീഡിയോയ്ക്ക് ശേഷം വീഡിയോ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ പാക്ക് അൺബോക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് ഇരിക്കുന്നത് കാണാം. സോ അതിന് താഴെയായിട്ടാണ് നമ്മുടെ ആ ഒരു വയർലെസ് ചാർജിങ് USB കേബിൾ വന്നിട്ടുള്ളത്. സോ എന്തായാലും നല്ലൊരു പ്രീമിയം കേബിൾ തന്നെയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് തൊട്ട് അപ്പുറത്തായിട്ട് യൂസർ മാനുവൽ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഡീറ്റെയിൽസാണ് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ വാച്ച്, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് റിയൽമി വാച്ച് 2 Pro. നമുക്കെന്ന് വെച്ചൊന്ന് ഓൺ ആക്കാം. സോ ഇവിടെ റിയൽമി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, അത് ഓൺ ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തിലെ വാച്ച് ഫേസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു റിയൽമിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏകദേശം 100-ലധികം വാച്ച് ഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ സ്ട്രാഫിൽ ഇങ്ങനെ നമുക്ക് ഡേ ടു ലീപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 1.7 ഇഞ്ചിൻ്റെ ഒരു ലാർജ് കളർ ഡിസ്പ്ലേ ആണ്, അതായത് TFT LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വാച്ച് 0 to 100 ഫുൾ ചാർജ് ആക്കുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ വേണം ഈ ഫുൾ ചാർജ് ആകാൻ. 0 to 100 ആക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് അപ് ടു 14 ദിവസത്തോളം ഫുള്ളി ചാർജ്, അതായത് ഫുൾ ചാർജ് ആക്കി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാച്ച് നമുക്ക് ഏകദേശം 100-ലധികം വാച്ച് ഫേസസ് സപ്പോർട്ടഡ് ആണ്. അതിനോടൊപ്പം തന്നെ IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ടഡ് ആണ്. അതിനോടൊപ്പം തന്നെ മാഗ്നറ്റിക് ചാർജിങ് കേസ്, അതിനോടൊപ്പം തന്നെ 90 സ്പോർട്സ് മോഡുകളും ഇതിൽ അവൈലബിൾ ആണ്. ഇനി വാച്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട്, അതായത് നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ നോട്ടിഫിക്കേഷൻ പാനലാണ് മുകളിൽ നിന്നും താഴോട്ടാക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ തന്നെ ഈ ഒരു വാച്ചിലൂടെ നമുക്ക് ജസ്റ്റ് മേളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ബ്രൈറ്റ്നസ്, അതോടൊപ്പം തന്നെ ഡാർക്ക് മോഡ്, വേക്കപ്പ് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ആക്ടിവേറ്റോ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പിന്നീട് അതിനുശേഷം നിങ്ങൾ റൈറ്റിലേക്ക്, ഹോം സ്ക്രീനിൽ വന്ന് റൈറ്റിലേക്ക് വരികയാണെങ്കിൽ അന്നത്തെ ഡെയിലി റൊട്ടീൻസ്, നമ്മൾ എന്തൊക്കെയാണെന്ന് ചെയ്ത്, ഏതൊക്കെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്തു, അപ്പം അന്നത്തെ നമ്മുടെ യൂസേജ് അനലൈസും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ നമ്മൾ ഹോം സ്ക്രീനിൽ വന്ന് ജസ്റ്റ് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഓപ്ഷനുകൾ, അതായത് നമ്മൾ ഓക്സിജൻ്റെ നോക്കാൻ, അല്ലെങ്കിൽ സ്പോർട്സ് മോഡ്, അങ്ങനത്തെ ആപ്ലിക്കേഷനും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ഫെസിലിറ്റി, അതായത് ഫീച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഞാൻ ചാർജ് ചെയ്ത് നോക്കി. അപ്പോൾ ചാർജ് ചെയ്ത് എൻ്റെ 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 20% ഉള്ളപ്പോഴാണ് ഞാൻ ചാർജ് ചെയ്തത്. സോ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഒരു 40% ചാർജ് ഞാൻ നോക്കിയപ്പോൾ കയറി. സോ അത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഏകദേശം ഒരു 30% ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഏകദേശം 20% ബാറ്ററി ബാക്കപ്പ് ബാക്കി വന്നിട്ടുണ്ട്. സോ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തതെന്നല്ല, അത്യാവശ്യം നല്ല പൊറാട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഓക്സിജൻ്റെ ലെവൽ, ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 99% ആക്യുറേറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നോക്കണമെങ്കിൽ പോലും ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റേറ്റും ഹാർട്ട് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാളിറ്റി വൈസ് ആണ്. അപ്പോൾ തന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാഫൊക്കെ ആയാലും അത്യാവശ്യം നല്ല സ്റ്റാഫുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇനി വെള്ളത്തിലോ വല്ല ഇറങ്ങുകയാണെങ്കിൽ ഏകദേശം വാട്ടർ റെസിസ്റ്റൻ്റ് കപ്പാസിറ്റി, അതായത് ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 1.5 മീറ്ററാണ്. സോ നിങ്ങൾ അത്രയും മീറ്ററിൽ വെള്ളത്തിലൊക്കെ നിന്നാലും വാച്ചിന് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും പറ്റത്തില്ല. അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.0 വെർഷൻ അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് റേഞ്ച്, അതായത് നമ്മുടെ ഫോണും നമ്മുടെ ഒരു ബ്ലൂടൂത്തും തമ്മിലുള്ള റേഞ്ച് ഏകദേശം 10 മീറ്ററോളം റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കോളോ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടിയുള്ള ആപ്ലിക്കേഷനോ അവൈലബിൾ അല്ല, അതായത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫോണിലോട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന കോൾസൊക്കെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു വാച്ച് ഉപയോഗിച്ച് ഒരു കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല.
അതായത് നമ്മുടെ ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ നമുക്കത് സാധിക്കുന്നില്ല. ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റും ഹൈറ്റും വിഡ്ത്തും ഒക്കെ നോക്കുവാണെങ്കിൽ വെയിറ്റ് ഏകദേശം 40 ഗ്രാമാണ്. ഹൈറ്റ് നോക്കുവാണെങ്കിൽ 255.2 mm ആണ്. വിഡ്ത്ത് പറയുകയാണെങ്കിൽ 38.9 mm. ഈ ഒരു വാച്ചിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 12.65 mm. വാച്ചിൻ്റെ ഓവറോൾ വർക്കിംഗ് യൂസൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡെയിലി ലൈഫിന് അല്ലെങ്കിൽ ഒരു നോർമൽ യൂസിനൊക്കെ ഈ ഒരു വാച്ച് ഉണ്ട്. ഈ ഒരു പ്രൈസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ചിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇഷ്ടം പോലെ വാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. കാരണം റിയൽമിയുടെ തന്നെ ഏകദേശം 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 3000-നൊക്കെ താഴെ നല്ല നല്ല ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വാച്ചുകളുണ്ട്. സോ ഈ ഒരു 4000 രൂപയ്ക്ക് ഈ വാച്ച് വാങ്ങിക്കണം എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. പക്ഷേ മറ്റ് വാച്ചുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്കിത് റെക്കമെൻഡഡ് അല്ല. സോ നിങ്ങൾക്കിത് വാങ്ങിക്കാം, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇതിപ്പോൾ 4000 രൂപയാണ്. സോ ഇതിൻ്റെ പകുതി വിലയ്ക്ക് വരെ കുറച്ചുകൂടെ ഫീച്ചേഴ്സുള്ള കോൾ ഫീച്ചേഴ്സ് വരെ ഉള്ള സ്മാർട്ട് വാച്ചുകൾ റിയൽമിയുടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് നോയ്സിൻ്റെ ഒക്കെ ആയാലും ഉണ്ട്. സോ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വാച്ച് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് അഥവാ ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോയി എടുത്തോ, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഫ്രണ്ട്സ്, അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഈ വാച്ചിനെ പറ്റി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തന്നിരിക്കും. എന്തായാലും എന്തെങ്കിലും ഈ സ്മാർട്ട് വാച്ചിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഒത്തിരി അതായത് തെറ്റുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.